വെളിച്ചത്തിൻ്റെ വിത്ത് വീണാൽ അത് മുളയ്ക്കാതിരിക്കുന്നതെങ്ങനെയാണ്? സാമൂഹിക തേട്ടങ്ങളോടെല്ലാം പ്രതികരിച്ച് സമകാലത്തോട് സംവദിച്ച് വെളിച്ചം സഞ്ചരിക്കുകയായിരുന്നു. വെളിച്ചത്തിൻ്റെ വിത്ത് വീണിടങ്ങളിലെല്ലാം സർഗാത്മക യൗവനത്തിൻ്റെ സുവർണ സാക്ഷ്യങ്ങളുടെ അടയാളങ്ങൾ ഉയർന്നു. മൂർച്ചയുള്ള മുദ്രാവാക്യങ്ങളും ജീവനുള്ള പ്രമേയങ്ങളും പിറന്നു. ഉണർന്നിരുന്ന യൗവനം ഭാവിയെ രൂപപ്പെടുത്തുകയായിരുന്നു. ഇന്നലകളുടെ പകലന്തികളങ്ങനെ സർഗാത്മകവും സമരോത്സുകവും സംവാദാത്മകവുമായി. കാലത്തിനൊപ്പം സ്പന്ദിച്ചുകൊണ്ടിരുന്ന യൗവനം വിപ്ലവമായി. പുലരാനുള്ള സ്വപ്നങ്ങൾ അനേകം ഇനിയുമുണ്ട്. സാക്ഷാത്കരിക്കപ്പെടേണ്ട ആശയങ്ങളിലേക്ക് കാതമേറെ താണ്ടാനുണ്ട്. പുതുക്കപ്പെടേണ്ട നാളെയിലേക്ക് നവോർജവുമായി കുതിക്കണം. പുതിയ ഉയരങ്ങളും സാധ്യതകളും തേടണം. വിണ്ടുകീറിയ നിലങ്ങളിൽ ഇനിയും ഉറവകളുടെ പാട്ടുണരണം. വസന്തം പൂത്തിറങ്ങണം. ആശയങ്ങളുടെ ആഴം കൊണ്ട് അതിരുകൾ ഭേദിക്കണം. പൊരുതുന്ന ജനത അപ്രത്യക്ഷമായാൽ, ധാർമ്മിക യൗവനം വേരറ്റു വീണാൽ ലോകം ഇനിയും കൂടുതൽ ഇരുണ്ടതാകും. പ്രരോദനങ്ങളുമായി കാലം കഴിക്കുകയല്ല, ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി ഉണർന്നിരിക്കാം. തമസ് കനക്കുമ്പോൾ അനേകായിരം ചെറുചെരാതുകൾ കത്തിക്കാം. വെളിച്ചമേകാൻ കഴിയുന്ന യൗവനം രൂപപ്പെട്ടുകൊണ്ടേയിരിക്കട്ടെ. അവർ പ്രകാശനാളമായി തെളിഞ്ഞു കത്തും. പൊരുതുവാൻ ഞങ്ങൾ ഈ തെരുവിലുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. പ്രലോഭനങ്ങളെ അതിജയിച്ച പ്രബുദ്ധ സംഘമേ, നമുക്ക് ജ്വലിച്ച് ജീവിക്കാം.